ഞാൻ രജിത്ത് ഒറ്റക്കാട്ടുകേട് PM നഷ്ടവും മാമ്പള്ളി. ഞാൻ ഈ മണ്ണൂർ പഞ്ചായത്തിലെ ഡ്രൈവറായിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റും അവിടുത്തെ കുറച്ച് സ്റ്റാഫുകളായിട്ടുള്ള ചെറിയ പ്രസിഡന്റിൻ്റെ വേണ്ടി ഞാൻ രാജിവെക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ച് പോകുന്നു. അതിപ്പം രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ വേറൊന്നുമല്ല. ഈ പ്രസിഡന്റിൻ്റെ വീട്ടിലെ പോത്തിനെ അഴിച്ചു കെട്ടണമെങ്കിൽ വണ്ടി കൊണ്ടുപോവുക, അതേമാതിരി കോളിൽ കൃഷി നോക്കണമെങ്കിൽ കൃഷി നോക്കാനായിട്ട് ഈ വണ്ടി കൊണ്ടുപോവുക, അതേമാതിരി ഈ പെണ്ണുങ്ങൾ പണിയെടുത്തവർക്ക് കൂലി കൊടുക്കണമെങ്കിൽ ഈ വണ്ടി കൊണ്ട് പാലഴിയിലേക്ക് കൊണ്ടുപോവുക. പിന്നെ അതേമാതിരി പുത്തമ്പടി സ്കൂളിലേക്ക് അത് ആദ്യം ഇരുന്നപ്പോൾ അവിടെ ആ സ്കൂളിലായിരുന്നു ആൾ മാഷായിട്ട് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോവുക, അവിടെ കൊണ്ടിടുക, ഇന്നൊരു ക്ലാസ് എടുത്ത് കഴിയണ വരെ ഞാൻ അവിടെ എടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു പോരുക. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ സെൻറ് തോമസ് സ്കൂളിലായി ഞാൻ വേണ്ടി വരും. അവിടെയും ഇതേമാതിരി തന്നെ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ എടുക്കുക, ആൾ ക്ലാസ് എടുക്കലൊക്കെ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോരുക. പിന്നെ ചെട്ടിക്കാട് പള്ളി, പിന്നെ പുത്തമ്പള്ളി, പാവട്ടിപ്പള്ളി, ഇങ്ങനെ പള്ളിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഞ്ചായത്തിന് സമയം കഴിഞ്ഞിട്ടും പോകും. അപ്പോൾ തിരിച്ചു വരാനൊക്കെ പിടിക്കുമ്പോൾ സമയം നോക്കുമ്പോൾ എനിക്ക് 8 മണി 9 മണി ചിലപ്പോൾ 10 മണിക്കൊക്കെ ഞാൻ വീട്ടിലേക്ക് വരിക. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ആളെ വീട്ടിൽ വൈഫ് ഹൗസ് ചെങ്ങാലൂരിന് മുപ്പളിയമ്മ തൊട്ട് അവിടേക്ക് കൊണ്ടുപോവുക. പിന്നെ പലചരക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് ഈ വണ്ടി കൊണ്ടുപോകും. പിന്നെ പോത്തിന് തീറ്റ മേടിക്കാൻ മാണ്ടൂർക്ക് തവിട് മേടിക്കാൻ അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൊണ്ടുപോകും. അത് ഈ പഞ്ചായത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഈ പരിപാടികളൊക്കെ. പിന്നെ കോഴിമുട്ടയും താറാമുട്ടയൊക്കെ വിരിക്കാനായിട്ട് നമ്മുടെ ഗംഗാ ട്രാവൽസ് ഇല്ലേ, നമ്മുടെ ഏഴാനിനടുത്തുള്ള അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല കേട്ടാന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് മുടക്കുള്ള ചില ദിവസങ്ങൾ വരില്ല, അന്ന് വണ്ടി ഓടൂല. അപ്പോൾ ആ ഓടാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ആളെന്നോട് പറയുന്നത് അത് സൈൻ ചെയ്തിട്ട് കാശ് മേടിക്കാൻ, ആ കാശ് മേടിച്ചിട്ട് ആളെൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ കാശ് മുമ്പിൽ ഞാൻ കൊടുക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനി നടത്തണം. അപ്പോൾ പിന്നെ എനിക്കത് പൂർണ്ണമായിട്ടാണ് തൃപ്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ രാജിവെച്ചത്. അല്ലല്ല, അത് ഈ അവിടെ ക്ലാസ് എടുക്കുന്ന സമയങ്ങളുണ്ട് പഞ്ചായത്തിന്റെ സമയത്ത് രാവിലെ പോകും. ചിലപ്പോൾ 2 നേരം പോണ സമയങ്ങളുണ്ട്. ആൾ വന്നിട്ട് ചിക്കൻ പിടിക്കാന്ന് ചോറുണ്ട് വീണ്ടും പോണ സമയങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പഞ്ചായത്തിൽ ഒന്ന് കയറി പോകും. അങ്ങനത്തെ രാത്രി ഇങ്ങനെ പോണത് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ചിലപ്പോൾ ടൗണിൽ പോകും, ആളെ കാര്യങ്ങൾ കഴിക്കാം. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. പെണ്ണുങ്ങളെ കൂലി കൊടുക്കാൻ പറഞ്ഞാൽ ആൾക്ക് കുറച്ച് കൃഷി ഉണ്ട്. ആ കൃഷിയിലെ പെണ്ണുങ്ങളെ കാലത്ത് പോയി അവർ പണിത് ഈ സമയം കഴിഞ്ഞാൽ അവർ പോകല. അവർ 2 മണി 3 മണി കഴിഞ്ഞാൽ പോളിങ് ഒരു വീട്ടിൽ പോകല. ഈ മലൂത്തടുത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോണത് ജീപ്പ് കൊണ്ടാണോ പോണത്? തൊഴിലാളികളെ ആ ജീപ്പിൽ കയറ്റിക്കൊണ്ട് മുടക്കുള്ള ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കും. അതങ്ങനെ പാടില്ലാത്ത സമയത്തൊക്കെ പാടില്ല. അല്ല, മുടക്കുള്ള ദിവസങ്ങളിൽ പ്രസിഡന്റ് പറഞ്ഞാലും നമ്മൾ ഒപ്പിടാൻ പാടില്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ആള് ചെയ്യാൻ പറഞ്ഞാൽ കാശ് ആള് മേടിക്കും. കറക്റ്റ് കണക്ക് പറഞ്ഞ കാശ് മേടിക്കും. അന്നത്തെ ദിവസങ്ങളിൽ ഓടി എന്നുള്ളത് കാണിച്ചിട്ടാണോ? 730 രൂപ പറ്റില്ല പറഞ്ഞപ്പോഴാണ് എനിക്ക് പഞ്ചായത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ഒരു ദിവസം 6 മണിക്ക് വരണമെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. ഞാനപ്പോ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. 6 മണിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്യൂക്കി. എന്റെ പേരിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ 2 ദിവസം ലീവ് ചോദിച്ചപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. 15 ദിവസം കൊണ്ട് നിർബന്ധിച്ച് ലീവ് വിളിപ്പിച്ചു. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ലീവ് ലെറ്റർ എഴുതി തരണം എന്നാണ്. അങ്ങനെ ഞാൻ വന്ന് ലീവ് ലെറ്റർ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. കമ്മിറ്റിയിൽ ഇതിനെ കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഇടതുപക്ഷവും BJPയും എനിക്ക് സപ്പോർട്ട് ചെയ്തു. മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മാറ്റണമെന്ന് നിർബന്ധം 2-3 ആളും വരും. അപ്പൊ നിർബന്ധം പിടിച്ചപ്പോ മറ്റൊരു പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ വിഷയമില്ലാണ്ട് ഞാൻ കയറി. ഞാൻ ഡ്യൂട്ടി എടുത്ത് തുടങ്ങിയിരുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് 2 ദിവസം ലീവ് അത്യാവശ്യം പറഞ്ഞു. ഞാൻ ലീവ് ചോദിച്ചപ്പോ 15 ദിവസം കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അങ്ങനെ അത് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞു ഈ അടുത്ത കമ്മിറ്റിയിൽ ഹിയറിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി. അപ്പൊ ആ ഹിയറിംഗ് ഒന്നും നടന്നില്ല. ഹിയറിംഗ് അവർ നടത്തി, പക്ഷെ അതിലും ഇവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും കയറി. പിന്നെ ഒരു മുറിവുണ്ടും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് തോന്നി മാനസികമായിട്ട് നമുക്ക് പിന്നെ ഒത്തുമിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഇവരും കൊണ്ടല്ലേ ഇവിടെ നടക്കേണ്ടത്. അപ്പൊ ഞാൻ സ്വയം രാജിച്ചു. നിർബന്ധം എന്ന് പറയുന്നത് പ്രസിഡന്റിന്, വൈസ് പ്രസിഡന്റ്, പിന്നെ വേറെ 2 മെമ്പർമാര്.
തോണിയെത്താണെങ്കിലൊന്നല്ല അവിടുത്തെ പെണ്ണങ്ങളായാണ് നമ്പർമാരാ. ആൾക്കുള്ള ഹിംഗിരി പറഞ്ഞ ആൾക്കാരില്ല. ഈ സൈൻ ചെയ്ത് വാങ്ങുന്ന കാശെന്ന് പറഞ്ഞില്ലേ, അത് മുക്കണതിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് പങ്കുണ്ടോ? ഇല്ല ഇല്ല, ഇത് ആള് മാത്രം. അല്ല സംഭവമാണ്, ബാക്കിയുള്ളവർക്ക് അറിയത് അറിയില്ല. ഞാൻ പറഞ്ഞ ഡ്രൈവറും പ്രസിഡന്റ് അറിയുന്ന കേസാണ് ഈ പൈസ മുക്കണത്. അത് നമ്മളെ സ്ഥലത്തേക്ക് പോയിന്നൊക്കെ എഴുതണം, ഞായറാഴ്ച എഴുതും. ഞാനിപ്പോ ഒരു കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടപ്പോ ഞാനിത് എഴുതാറില്ലല്ലോ, ബുക്ക് എഴുതാറില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ മൊഴി കൊടുക്കാൻ തയ്യാറാണോ താങ്കൾ? മൊഴി കൊടുക്കും, അതിന്റെ രേഖയുണ്ടല്ലോ. അത് ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കണ്ട, ഞാൻ കളിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ യാതൊരു വിഷയമില്ല. ഈ ഒരു വിഷയം പറഞ്ഞ് ഇദ്ദേഹം എന്റെ നെഞ്ചത്ത് കയറിയതാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അദ്ദേഹം കാണിക്കുന്ന വെച്ചാൽ കൊടുക്കും. അല്ല, ബിസിനസ് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പരാതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലേ? ആവശ്യമേ ചെയ്യാം. അല്ല, ആവശ്യമില്ലാത്ത ആവശ്യങ്ങളല്ല. പരസ്യപ്പെട്ടൊരു വിഷയം പറഞ്ഞല്ലോ. ഈ വാർത്ത പ്രാധാന്യം സമീപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ആളോട് ഇങ്ങനെ അല്ല, ബിസിനസ്സിന് കൊടുക്കുന്ന ഉറപ്പാണോ? എന്തൊക്കെയാണ് ഉന്നയിച്ച് കൊടുക്കാൻ പോണത്? ഇതൊക്കെ തന്നെ സംഭവം. ഈ കാര്യം സംഭവങ്ങൾ. പിന്നെ ഇതിന് വിട്ട് കഞ്ഞിൽ മുട്ടിച്ചു പോയാള് ഞാൻ ഒരു പണിയെടുത്ത് ജീവിക്കണ തന്നെ എന്റെ കഞ്ഞിൽ മുട്ടിച്ചതാണ്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ മുന്നോട്ട് പോകാണ്ട് ഞാൻ നാണം കെട്ടിയിരുന്നെങ്കിൽ ഞാനതല്ല ഇതിന്റെ കുറ്റക്കാരനായിട്ട് പാർട്ടിക്കാരനാ. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ എത്ര വർഷമായി ജോലി ചെയ്യണത്? ഞാനിപ്പോ 2 വർഷം. ഇപ്പൊ മണ്ഡലം എല്ലാവരുണ്ടോ? മണ്ഡലം കമ്മിറ്റിന്റെ ഒന്നും ഞാൻ ഇട്ടെടുത്തില്ല. കോൺഗ്രസിന് സജീവപ്പെടുത്താം. അല്ല, പാർട്ടിയുടെ നിലപാട് എന്താ ഈ വിഷയത്തില്? പാർട്ടിയുടെ നിലപാട് പാർട്ടി പറയുന്നതനുസരിക്കാത്ത ഒരു വ്യക്തിയാണ് ആര്? ഈ പ്രസിഡന്റ്. പാർട്ടിനെ ധിക്കരിച്ചുകൊണ്ട് പോണാണ് പ്രസിഡന്റ്. അല്ല, പാർട്ടി താങ്കളുടെ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തുള്ള പാർട്ടി? പാർട്ടി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പ്രസിഡന്റ് ഉൾക്കൊണ്ടില്ല ഈ വിഷയത്തില്. അപ്പൊ പാർട്ടിയും അപ്പൊ പാർട്ടിയും പ്രസിഡന്റും തമ്മിൽ 2 തട്ടിലാണോ നിൽക്കുന്നത്? ഇപ്പൊ പോക്ക് നിൽക്കുന്നത്. അപ്പൊ പാർട്ടിനെ അവര് ധിക്കരിച്ചിട്ടാണ് പ്രസിഡന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി താങ്കൾ ഈ വിഷയം ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി കൊടുക്കും. മുന്നോട്ട് പോകണം ആഗ്രഹത്തിന്റെ കാര്യത്തിനല്ല, ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധ്യം കാണിക്കണ്ടേ. ഇതിന് ബന്ധപ്പെട്ട് രേഖകൾ താങ്കളുടെ കൈവശം ഉണ്ടോ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. എന്തൊക്കെ രേഖകൾ കൈവശം ഉള്ളത്? അത് ഈ പോത്തിന് കെട്ടാൻ പോണതും അതേമാതിരി വരി പോയിട്ട് പള്ളി ഫോട്ടോസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇന്നലെ രാത്രി ഒരു 10:30 സമയത്ത് ഈ വണ്ടി പഞ്ചായത്തിന്റെ ഷെഡിലില്ല. അത് ഇന്നലെ രാത്രിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒന്നും അറിയില്ല. വേറെ ആരും വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചുള്ളതാണ്. അല്ല, ഇതിനിടയില് എംപ്ലോയ്മെന്റിന് ആളെടുക്കുന്ന ഒരു ആളെടുക്കണം പറഞ്ഞിരുന്നു. പരിപാടി ആര് പറഞ്ഞു? സെക്രട്ടറി പറഞ്ഞു എടുക്കാൻ പോണെന്ന്. ശരിക്കും നിയമവിരുദ്ധല്ലേ? സ്കൂളിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി ചെയ്യുമ്പോ മറു ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധല്ലേ? ശരിക്കും ഇല്ല അല്ലേ? ലീവ് എടുത്തിരുന്ന ആള് അല്ലേ? അത് നിയമവിരുദ്ധല്ല. ലീവ് എടുത്തിരുന്നു. അല്ല, പ്രൈവറ്റ് സ്കൂളൊക്കെ ഇങ്ങനെ മാറ്റം കിട്ടുമോ? അത് പള്ളി സ്കൂളല്ലേ? അതെവിടെ? നമ്മുടെ ആത്മാവ് റോഡ്. മുന്നുണ്ട്. അത് നാഷണൽ സ്കൂൾ. അത് കഴിഞ്ഞിട്ടാണ് അല്ല, പള്ളി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നതല്ലേ? റൈറ്റില്ല, ആ സ്കൂളല്ലേ? അല്ല, ഇത് വിഷയം ഈ പാർട്ടിയോട് പറഞ്ഞിരുന്നോ? അതിന് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിരുന്നോ? അപ്പൊ അവരെന്ത് പറഞ്ഞു ഒരു കാര്യത്തില്? അവരെന്ത് പറഞ്ഞ കാര്യത്തില് രാജിവെക്കാൻ പാർട്ടിനെ വെച്ച് താങ്കളെ രാജിവെക്കേണ്ട കാര്യം ഞാൻ അവരോട് പറഞ്ഞില്ലേ. ഞാൻ വീട്ടിലുള്ള എന്റെ മക്കളും എന്റെ വൈഫായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ രാജിവെച്ചു. ജോലി കിട്ടിയത് മറ്റേ മണ്ഡലം കമ്മിറ്റിയോട് ചോദിച്ചിട്ടാണോ? പാർട്ടി തന്നെ ജോലി ആവശ്യപ്പെട്ടപ്പോ അല്ല, ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അവരേതായ ഒരു ചെറിയൊരു ഗ്രൂപ്പില് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. അതെന്ത് മെസ്സേജ് ആയിരുന്നു ഗ്രൂപ്പില്? അത് ഡ്രൈവറെ കൊണ്ട് ആദ്യം ഡ്യൂട്ടിടിപ്പിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അതാരട്ടത്? അത് മണ്ഡലത്തിൽ നിന്ന് ആരോട്ടുള്ള എനിക്ക് അറിഞ്ഞുണ്ട് അതിനെ കുറിച്ച്.
അതാണ് ഈ പ്രശ്നം തുടക്കം. താങ്കൾക്ക് നടപടിക്കല്ല കാരണം. അപ്പൊ താങ്കൾ സ്വയം മാനസികമായും രാജിച്ചു. ഇനി വിജിലൻസിലേക്ക് പോകാൻ ഉദ്ദേശം ഉണ്ട്. ഇത്രയും രേഖകൾ കൊണ്ടുപോകും. അല്ല അവിടെ ഈ പഞ്ചായത്തിലെ ഇവരെ ബുദ്ധിമുട്ട് കൊണ്ട് ഈ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ഒരു തൊഴിലുറപ്പിലുള്ള ഒരു ജീവനക്കാരി ഒരു ആഴ്ച മുന്നേ രാജിവെച്ചിട്ടുണ്ട്. അതേമാതിരി ഇങ്ങനെ നോക്കണമ്പോ ഇനി അവിടെയുള്ള എല്ലാവരും രാജിവെച്ച് പോകുന്ന എനിക്ക് തോന്നുന്നു.